goodbye. They all see that it's a lie. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഓംലെറ്റാണ്, സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് പൊട്ടാറ്റോ, ഓണിയൻ, cabbage, egg, capsicum, cheese, coriander leaf, mint leaf, salt, butter, garam masala, pepper powder, olive oil. ഓക്കെ, അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ പാൻ വെച്ചു. കുറച്ച് ചൂടായി വന്ന കുറച്ച് ഒലിവ് ഓയിൽ, നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ട് അതെടുത്തതാണ്. നമുക്കത് ചൂടായി വന്നാൽ അതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. കുഞ്ഞു പീസായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിട്ടോ. പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ, നല്ല മുരിയണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഒന്നങ്ങനെ നന്നായിട്ട് കുക്കാവുണ്ട് കേട്ടോ, കുറച്ചൊന്ന് വഴണ്ടാൽ മതി. അതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വെജിറ്റബിളൊക്കെ വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്കൊക്കെ ഓംലെറ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് നന്നായിരിക്കും. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ഗരം മസാല ഓപ്ഷനിലാണ് കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഗരം മസാല ഫ്ലേവർ നല്ല ഇഷ്ടമാണ്, നല്ലൊരു മണം വരും കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. യെസ്, നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ കുഞ്ഞു മുട്ടയായിട്ടോ എനിക്ക് കിട്ടിയ, അതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, 2, 3, 4 ചോയ്സ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ഫോർക്ക് വെച്ചൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് ഒരു പിഞ്ച് മിൻറ്റ് ലീഫും, ഒരു പിഞ്ച് കൊറിയാണ്ടർ ലീഫും, ഇച്ചിരി ഉപ്പും പാകത്തിന്. അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. അതിലേക്ക് നമ്മൾ കലക്കി വെച്ച മിക്സിൻ്റെ പകുതി പോർഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഫുൾ സ്പ്രെഡ് ചെയ്തെടുക്കാം പാത്രത്തിലേക്ക്, പാനിൽ. അതിൻ്റെ മീതെ നമുക്ക് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ ചീസ് ഭയങ്കര ഒട്ടിപ്പിടിക്കുന്ന ചീസായിപ്പോയി. മൊസാറല്ല തന്നെയാണ്, പക്ഷെ വേറെ ബ്രാൻഡാണ് എനിക്ക് കിട്ടിയത്. അതിനെ ചീസിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം. അമർത്തി കൊടുക്കുക. 2 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം.
അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ പാത്രം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും. അല്ലാതെ ഞാൻ കോരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളത് പീസാവും മുട്ട. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് നല്ല ഷേപ്പിൽ കിട്ടും. വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓംലെറ്റ് റെഡി. യെസ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും സ്നാക്സ് ആയിട്ടും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓംലെറ്റാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, യമ്മി ഓംലെറ്റ്. താങ്ക് യു.